നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തമിഴകത്തേക്ക് എത്തുകയാണ്. അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നു. വില്ലുപുരം ജില്ലയിലെ വിക്രവണ്ടി നിയമസഭാ മണ്ഡലത്തിലാണ് ജൂലൈ 10-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നത്. DMKയുടെ MLA ആയ N പുകഴേന്തി മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ സീറ്റ് ഒഴിവ് വന്നിരിക്കുന്നത്. സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി അണ്ണിയൂർ ശിവയെയാണ് DMK ഇക്കുറി കളത്തിലിറക്കുന്നത്. DMKയുടെ കർഷക തൊഴിലാളി വിഭാഗത്തിന്റെ സെക്രട്ടറിയാണ് ശിവ. 2011 രൂപീകരിച്ച ഈ വിക്രവണ്ടി നിയമസഭാ മണ്ഡലം 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതിനോടൊപ്പം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പും ഇതിനോടകം നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ DMKയും 1 തവണ AIADMKയും മറ്റൊരു തവണ AIADMKയുടെ പിന്തുണയോടുകൂടി CPMുമായിരുന്നു ഇവിടെ അധികാരത്തിൽ വന്നത്. വിക്രവണ്ടി നിയമസഭാ സീറ്റ് നിലനിർത്താനുള്ള DMKയുടെ തന്ത്രങ്ങൾ മെനയാൻ കളത്തിലുള്ളത് കന്നിമൊഴിയാണ്. ഈ സീറ്റ് സഖ്യകക്ഷിയായ പട്ടാളി മക്കൾ കക്ഷിക്ക് അഥവാ PMKക്ക് കൊടുക്കാനാണ് നിലവിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ ശക്തമായ സാന്നിധ്യമുണ്ട് PMKക്ക്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. സഖ്യകക്ഷികളായ BJPയുടെയും AMMKയുടെയും പിന്തുണയോടുകൂടി തന്നെയായിരിക്കും PMK ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് നേരിടുക. നിരവധി പഞ്ചസാര മില്ലുകൾ, അതിനോടൊപ്പം തന്നെ ആധുനിക അരി മില്ലുകൾ, പ്രൊഫഷണൽ പ്രൈവറ്റ് കോളേജുകൾ, സ്പിന്നിംഗ് മില്ലുകൾ എന്നിവയൊക്കെ ഉള്ള ഒരു മണ്ഡലമാണിത്. നെല്ലും കരിമ്പും ഒക്കെ വിളയിക്കുന്ന കർഷകരുടെ നാട് എന്നുകൂടി വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നമുക്കറിയാം, അധികാരത്തിലേറി ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചത് കർഷകർക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫയലിലായിരുന്നു. അതിനുശേഷമാണ് മോദി ഇപ്പോൾ തമിഴകത്തേക്ക് വരാനൊരുങ്ങുന്നത്. മിഷൻ സൗത്ത് ഇന്ത്യ എന്ന BJPയുടെ ബൃഹത് പദ്ധതി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.